പ്രിയമുള്ള എൻ്റെ കലാസ്നേഹികളെ, നമുക്ക് ഒരു അടിപൊളി കഥ കേട്ടാലോ? ഈ കഥയുടെ പശ്ചാത്തലമെന്ന് പറയുന്നത് മനുഷ്യമൃഗം. ഇത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് എൻ്റെ ആദ്യ രചന ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ കഥയിലേക്ക്. വീശിയടിക്കുന്ന പാലക്കാരൻ കാറ്റിന് തണുപ്പ് കൂടി വരുന്നുണ്ടായിരുന്നു. ഓരോ അടി വെക്കുമ്പോഴും ഉള്ളിൽ നിന്നുയർന്ന ഭയത്തെ തണുപ്പിൽ പൊതിഞ്ഞ് പല്ലുകടിയായി മാറ്റിക്കൊണ്ട് കാട്ടുവഴിയിലൂടെ ജോഗി മുന്നോട്ട് നടന്നു. കാറ്റിൽ കൊട്ടിയടഞ്ഞ വഴിയരികിലെ കരിമ്പന കൈകൾ അവനൊരു ഞെട്ടലുണ്ടാക്കി. സെന്തിലും ശരവണനും ഇപ്പോൾ ജാസ്മിൻ്റെ കൂടെ കെട്ടിമറിയുകയായിരിക്കും. ഇന്നത്തെ ഇര അവളായിരുന്നു. നാളുകളായി കാത്തിരുന്ന ഇര. ഇവന്മാരുടെ ഓരോരോ സമയം. തനിയെ പോരാൻ കാത്തിരുന്ന നിമിഷത്തെ സ്വയം ശപിച്ചുകൊണ്ട് ജോഗി നിലാവിൽ കുളിച്ചു കിടക്കുന്ന കാട്ടുപാതയിലൂടെ മുന്നോട്ട് നടന്നു. റൂംമേറ്റ്സായ സെന്തിലും ശരവണനുമാണ് ഇപ്പോൾ ആ ജോഗിയുടെ കൂട്ടുകാർ. തേനിയയിലും മധുരയിലും 2 പണച്ചാക്കുകൾ മക്കൾ. പണവും ലഹരിയും പെണ്ണും ജോഗിയുടെ നന്മകൾ എന്ന് തൂത്തെറിഞ്ഞിരിക്കുന്നു. 6 മാസങ്ങൾക്ക് മുമ്പുള്ള കോളേജിൽ നടന്ന കെമിസ്ട്രി അധ്യാപിക മണിമേഖല ക്രിസ്റ്റഫറുടെ മരണം പോലും ഈ മൂവർ സംഘത്തിൻ്റെ കാമപ്രാന്തായിരുന്നെന്ന് അറിഞ്ഞില്ല ആരും. സെന്തിൽ, ശരവണൻ എന്നിവരുടെ രക്ഷിതാക്കളുടെ പണത്തിൻ്റെയും പൊളിറ്റിക്കൽ പവറിൻ്റെയും മുന്നിൽ നിയമത്തിൻ്റെ തട്ടുകൾ താഴ്ത്തപ്പെടുകയാണ് ഉണ്ടായത്. കൂടെ